കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. രണ്ട് യുവതികളാണ് ഗർഭഛിദ്രത്തിന് വിധേയമായത് എന്ന വിവരം. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ആദ്യ ഗർഭഛിദ്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചതായും സൂചന. മുങ്ങിക്കോ, എങ്ങോട്ടെങ്കിലും മുങ്ങ്. പോലീസുകാരൊക്കെ കൂട്ടുകാരെ വന്ന് രക്ഷിക്കാൻ പറ. ഇന്റലിജൻസ് അടക്കം ശേഖരിച്ച വിവരങ്ങൾ ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതിലാണ് ചില നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. രണ്ട് യുവതികൾ ഈ ആരോപണ വിധേയങ്ങളിൽ നിന്ന് ഗർഭഛിദ്രം നടത്തി എന്നുള്ള ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. ഇത് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഗർഭഛിദ്രം നടന്നത് എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിനുണ്ട്. വിശ്വാസം വരുന്നുണ്ട്. ആദ്യത്തെ യുവതി ഒരു ബന്ധുവും ഈ രണ്ടാമത്തെ യുവതിയുടെ ഗർഭഛിദ്രത്തിന് സഹായം നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നുണ്ട്. ഈ ആശുപത്രി ഏകദേശം അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നടപടികളാണ് നടക്കുന്നത്. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. നിലവിൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെയും സ്വന്തം നിലയ്ക്കുള്ള വിവരശേഖരണത്തിലാണ് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത്. അവർ അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കേണ്ട സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. ഈ ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. മാത്രമല്ല MLA-ക്കെതിരെ 13ഓളം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് വിളിച്ചോണ്ട് പോടോ. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും. ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം പോലീസിൽ ലഭിച്ച പരാതിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. സ്ത്രീകളുടെ പിന്തുടർന്ന് സ്ത്രീകളെ നിരന്തരം ശല്യം ചെയ്യുന്നതിന്റെ വകുപ്പ് ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. സ്ത്രീകൾക്കെതിരായ മോശം പെരുമാറ്റത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയാണ് എന്ന വിവരം ക്രൈംബ്രാഞ്ച് നിയമസഭാ സ്പീക്കറെ അറിയിക്കും. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. സഹിക്കൂലടാ. പക്ഷെ ഒരു കാര്യം, ഏതായാലും എല്ലാവരും നാറി. ഇനി ശരിക്കും അങ്ങോട്ട് നാറട്ടെ.